നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കുടുംബത്തിന് നീതിപൂർവമായ അന്വേഷണം ഉറപ്പു നൽകി മുഖ്യമന്ത്രി. പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജ് ഓഫ് നഴ്സിംഗ് BSc അവസാന വർഷ വിദ്യാർത്ഥിനി പോത്തൻകോട് ഐരൂപ്പാറ രാമപുരത്ത് പൊയ്ക ശിവം വീട്ടിൽ അമ്മുയെ സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വീണ ജോർജ്, ഡോക്ടർ ആർ ബിന്ദു എന്നിവർക്ക് പരാതി നൽകി. അമ്മുവിന്റെ അച്ഛൻ T സജീവ്, അമ്മ VN രാധാമണി, പോത്തൻകോട് പഞ്ചായത്ത് അംഗം ബിന്ദു സത്യൻ എന്നിവരാണ് നേരിട്ട് പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമ്പോൾ നെടുമങ്ങാട് MLA കൂടിയായ മന്ത്രി GR അനിലും ഉണ്ടായിരുന്നു. മകൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് നൽകിയത്. അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. എന്ത് വീഴ്ച ഉണ്ടെങ്കിലും പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിന് ഞങ്ങൾ പരിപൂർണതൃപ്തരാണ്. എൻക്വയറി കമ്മീഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ 3 കുട്ടികളുടെ കയ്യിൽ നിന്നുള്ള മൊഴി അല്ലാതെ ബാക്കി എല്ലാവരുടെയും മൊഴി എടുത്തിട്ടുണ്ട്. അതിന് 2 ദിവസത്തിനകത്ത് ബിന്ദുവാണത്തിന് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഹോസ്റ്റൽ വാർഡൻ തുടക്കം മുതൽ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നെന്ന് പരാതിയിൽ പറയുന്നു. ഇക്കഴിഞ്ഞ 15-ന് വൈകിട്ട് 4:30-യോടെയാണ് അമ്മു വീണതായി പറയുന്നത്. ഹോസ്റ്റലിലെ പടിക്കെട്ടിൽ നിന്നും വീണെന്നും കാലിൽ ഒരു പൊട്ടലുണ്ടെന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിൽക്കുകയാണെന്നുമാണ് തുടക്കത്തിൽ വാർഡൻ സുധാമണി പറഞ്ഞതെന്ന് പരാതിയിൽ പറയുന്നു. അമ്മുവിന് ജനറൽ ആശുപത്രിയിൽ കാര്യമായ പരിശോധനയോ ചികിത്സയോ ലഭിച്ചില്ലെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് സൂപ്രണ്ടായി വിരമിച്ച അമ്മ രാധാമണി പറയുന്നത്. വാർഡൻ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ തുടക്കം മുതൽ ശ്രമിച്ചുവെന്നും ഹോസ്റ്റലിനുള്ളിലാണ് മകൾക്ക് ദുരനുഭവം നേരിട്ടതെന്നും രക്ഷിതാക്കൾ പറയുന്നു. അമ്മുവിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവളുടെ എല്ലാ വസ്ത്രങ്ങളും ബാഗിലാക്കി കൊണ്ടുവന്നത് എന്തിനെന്ന് അച്ഛൻ സജീവ ചോദിക്കുന്നു. അമ്മുവിന്റെ മുറിയിൽ പോലീസ് എത്തും മുൻപ് ആരൊക്കെയോ കയറി പരിശോധന നടത്തി. ബുക്കിൽ I quit എന്നെഴുതിയ കൈയക്ഷരവും അമ്മുവിൻ്റേതല്ല. പത്തനംതിട്ട ജനറൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തും അനാസ്ഥയുണ്ട്. അത് സംബന്ധിച്ചും ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണം. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് സജീവും രാധാമണിയും മുഖ്യമന്ത്രിയോട് 2 മന്ത്രിമാരോടും ഉറപ്പിച്ചു പറഞ്ഞു.